എന്റെ പേര് സുശീല. ഞാൻ പുഴപ്പള്ളി പഞ്ചായത്ത് കാഞ്ഞിരംപാറയിൽ താമസിക്കുന്നത്. ഞാൻ വാടക വീട്ടിലാ താമസിക്കുന്നത്. ഞാൻ താമസിക്കുന്ന വീട് കണ്ടോ? വൃദ്ധയായ വീട്ടമ്മ ദുരിതക്കയത്തിൽ കനിവ് തേടി അലയുന്നു. പൂയപ്പള്ളി പഞ്ചായത്തിലെ കാഞ്ഞിരംപാറ 5-ാം വാർഡിൽ ജയന്തി കോളനിയിൽ മഞ്ജു ഭവനിൽ സുശീലയാണ് സുമനസുകളുടെ സഹായം തേടുന്നത്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട നിർധനയായ ഈ വൃദ്ധമാതാവും മകളും 4 പിഞ്ചു കുഞ്ഞുങ്ങളുമായി ഈ ദുരിതക്കയത്തിലാണ് കഴിഞ്ഞുകൂടുന്നത്. ഇവർക്കുണ്ടായിരുന്ന കുടിവെള്ളം പോലും കട്ട് ചെയ്തിരിക്കുകയാണ്. സുശീല എന്ന ഈ മാതാവും മകളും പല വീടുകളിലും അടുക്കള ജോലിക്കും മറ്റും പുറപ്പണികൾക്കും പോയാണ് ഈ കുഞ്ഞുങ്ങളെ പോറ്റുന്നത്. ചോർന്നൊലിച്ച് ചെളിക്കുണ്ടായി കിടക്കുന്ന കുടിലിൽ ടാർപ്പാളിനും സാരിയും കൊണ്ട് മറച്ചാണ് ഈ പിഞ്ചു കുഞ്ഞുങ്ങളുമായി ഈ കുടുംബം കഴിഞ്ഞു വരുന്നത്. പട്ടിയുടെയും പാമ്പിന്റെയും മറ്റു ക്ഷുദ്രജീവികളുടെയും ശല്യം വേറെ. പല രാത്രികളിലും ഉറങ്ങിക്കിടക്കുന്ന കുട്ടികൾക്ക് ഉറക്കമൊഴിഞ്ഞ് കാവലിരിക്കുകയാണ് ഈ വൃദ്ധമാതാവ്. നിരന്തരം മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ടാർപ്പാലൻ ഷീറ്റ് കൊണ്ട് മൂടിയിട്ടാണ് ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചു പോരുന്നത്. വാർഡ് മെമ്പർ, പഞ്ചായത്ത് അധികൃതർ, ജനപ്രതിനിധികൾ തുടങ്ങി എല്ലാ സർക്കാർ വകുപ്പുകൾക്കും പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് 5 സെന്റ് ഭൂമി മീയണ്ണൂർ പാലമുക്കിൽ അനുവദിച്ചതായി സുശീല പറയുന്നു. എന്റെ പേര് സുശീല. ഞാൻ പുഴപ്പള്ളി പഞ്ചായത്ത് കാഞ്ഞിരംപാറയിൽ താമസിക്കുന്നത്. ഞാൻ വാടക വീട്ടിലാ താമസിക്കുന്നത്. ഞാൻ താമസിക്കുന്ന വീട് കണ്ടോ? എനിക്ക് കുടിക്കാൻ കുടിവെള്ളം വരെ ഇല്ല. കുടിവെള്ളം വരെ കട്ട് ചെയ്തുകൊണ്ട് പോയി. എനിക്ക് ബ്ലോക്കിൽ നിന്ന് 5 സെന്റ് പെരേടം കിട്ടി. അതിനകത്തൊരു വീടില്ല. 3-4 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ കഷ്ടപ്പാടിലാണ് ജീവിക്കുന്നത്. ഇതിനകം മൊത്തവും ചോർന്ന് വിളിക്കുന്നു. ഭർത്താവ് മരിച്ചിട്ട് 6 വർഷം കഴിഞ്ഞു. എനിക്കൊരു കൂര വെച്ച് തരാൻ എല്ലാവരും കൂടെ ചേർന്ന് സഹായിക്കണം. എനിക്ക് ബ്ലോക്കിൽ നിന്ന് 5 സെന്റ് പെരേടം കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് എല്ലാവരും കൂടെ ചേർന്ന് എനിക്കൊരു കൂര വെച്ച് തന്നാൽ മതി. എനിക്ക് കുടിവെള്ളം പോലും ഇല്ല. കുടിവെള്ളം എല്ലാം വന്ന് കട്ട് ചെയ്തുകൊണ്ട് പോയി. ഇതിനകത്ത് കിടക്കാൻ നിവർത്തിയില്ല. വാടക വീട് മൊത്തവും ചോർന്നൊലിക്കുന്നു. കുഞ്ഞുങ്ങളെ ഇട്ടും കൊണ്ട് കിടക്കാൻ എനിക്കൊരു നിവർത്തിയില്ല. നമസ്കാരം. എന്റെ തൊട്ട് താഴെ വീട്ടിലാ സുശീല താമസിക്കുന്നത്. അവർക്ക് വീടുമില്ല, കൂടുമില്ല, ഒന്നുമില്ല. ഏത് നിമിഷം ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കുടിവെള്ളം പോലും അവര് കട്ടാക്കി. എന്റെ വീട്ടിൽ നിന്ന് മേലത്തു നിന്നാണ് വെള്ളം കൊണ്ടുവന്ന് അവർ കുടിക്കുന്നത്. അത് ഞാൻ പൈസ കൊടുത്ത് കുടിക്കുന്ന വെള്ളം. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് സർക്കാർ എല്ലാരും കൂടി ഇതിനൊരു മാടം വെച്ച് കൊടുത്താൽ അത് വളരെ നന്ദി. ഞങ്ങളെല്ലാം കതവടച്ച് കിടക്കുമ്പോൾ ഇവർ തുണി സാരി വെച്ചാണ് അവർ കിടക്കുന്നത്. ഈ വീട് വന്ന് കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ട് ദയവ് ചെയ്ത് അവർക്കൊരു മാട ഒപ്പിച്ചു കൊടുക്കുക. അതുപോലെ പാലമുക്കി 5 സെന്റ് ഭൂമി അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് വീട് വയ്ക്കാൻ അവർക്ക് അറിഞ്ഞുകൂടാ. ആരെങ്കിലും കൂടി വെച്ച് കൊടുത്തെങ്കിലേ അവർക്ക് താമസിക്കാൻ അറിയാവൂ. അത് അവിടെ കിടപ്പുണ്ട്. അവിടെ ആയാലും ഒരു കൂര വെച്ച് കൊടുത്താൽ മതി സർക്കാർ. അതുകൊണ്ട് ഇത് മുന്നിലെടുത്ത് അവർക്കൊരു മാടം വെച്ച് കൊടുക്കണം. പ്രധാനമന്ത്രി ആവാസ് യോജന, ലൈഫ് മിഷൻ പദ്ധതി എന്നിവ കൊട്ടിഘോഷിക്കപ്പെടുമ്പോഴാണ് ഇത്തരം നേർക്കാഴ്ചകൾ നമുക്ക് മുന്നിൽ സാക്ഷിയാകുന്നത്. സർക്കാർ ഫണ്ടുകൾ ഇല്ലാത്തതുകൊണ്ടല്ല, അതിന്റെ വിനിമയവും വിതരണവും വേണ്ട രീതിയിൽ ചെയ്യേണ്ടവർ ചെയ്യാത്തത് കൊണ്ടാണ് ഇത്തരം ദുരന്ത കാഴ്ചകൾ കാരണമാകുന്നത്. ഇത് കണ്ടിട്ടെങ്കിലും അധികാരവർഗത്തിന്റെ കണ്ണൊന്ന് തുറക്കട്ടെ. ദൈനംദിനം ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം വാട്ടർ അതോറിറ്റിയിൽ പൈപ്പുകളിൽ നിന്ന് പൊട്ടിയൊഴുകി പാഴായി പോകുമ്പോഴാണ് ഇത്തരം കുടുംബങ്ങളിലെ പൈപ്പ് ലൈൻ കട്ട് ചെയ്ത് ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചിരിക്കുന്നത്. കരുണ വറ്റിപ്പോയ അധികാരവർഗമേ, നിങ്ങൾ കണ്ണു തുറന്നില്ലെങ്കിൽ കരുണയുള്ള 1000 കണ്ണുകളും കരങ്ങളും ഇവർക്ക് കൈത്താങ്ങായി തീരുമെന്ന ശുഭപ്രതീക്ഷയോടെ ന്യൂസ് ബ്യൂറോ, ഫേസ് ടു ഫേസ് മീഡിയ, കൊല്ലം.